ഇന്നത്തെ മലയാള മനോരമയുടെ 6-ാം പേജിലും മാതൃഭൂമിയുടെ അവസാന പേജിലും വന്ന ഒരു വാർത്ത വായിച്ച് അഭിമാനം കൊണ്ട് ശരീരം മുഴുവൻ കുളിരു കോരിയിട്ടു. ദേഹമാസകലം രോമാഞ്ചം കൊണ്ടു. എഴുന്നേറ്റ് നിന്ന രോമാവലി പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ മടിച്ചു എന്ന് തന്നെ പറയണം. മടിക്കുമല്ലോ. അത്തരം ഒരു വാർത്തയല്ലയോ ഈ പത്രങ്ങളിലൊക്കെ വന്നിരിക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യരംഗം അമേരിക്കയെ മറികടന്നു വന്ന നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ പ്രഖ്യാപനമാണ് ഈ രോമാഞ്ചത്തിന് കാരണമായത്. കേരളം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗമെന്നാണ് കേരളീയരായ നമ്മളൊക്കെ പഠിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത കേട്ടാൽ രോമാഞ്ചം കൊള്ളാതിരിക്കുമോ? രോമാഞ്ചം കൊള്ളുക മാത്രമല്ല, ഞരമ്പുകളിൽ ചോര തിളയ്ക്കുകയും ചെയ്തു. ഇതിന്റെയൊക്കെ കാരണഭൂതർ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണല്ലോ എന്നാലോചിച്ചപ്പോ ഒരു സാധാ സഖാവിനേക്കാൾ സന്തോഷം തോന്നുകയും ഉണ്ടായി. ഇത് വായിച്ചപ്പോ ആദ്യം നമ്മുടെ മുഖ്യമന്ത്രിയോട് ഒരു ചെറിയ പരിഭവമാണ് തോന്നിയത്. ഇത് ഇങ്ങനെ അല്ലല്ലോ പ്രഖ്യാപിക്കേണ്ടത്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഈ അതിദാരിദ്ര്യം നമ്മൾ നാട് കടത്തിയല്ലോ. കടല് കടത്തി, വാളയാറ് കടത്തി, കാസർഗോഡ് കടത്തി. ഈ ഒരു പ്രഖ്യാപനം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വലിയ മാമാങ്കം നടത്തിയ നമ്മൾ പ്രഖ്യാപിച്ചത്. അതിന്റെ കൂട്ടത്തിലല്ലായിരുന്നോ ഇതും കൂടെ പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് എന്ന് തോന്നി. പക്ഷെ കൂടുതൽ ആലോചിച്ചപ്പം മുഖ്യമന്ത്രി ചെയ്തതാണ് ശരി എന്ന് തോന്നി. കാരണം ഈ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത കാര്യം കേരളത്തെയും ഇന്ത്യയും മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതോ നമ്മുടെ ഈ കൊച്ചു കേരളം അമേരിക്കയെ തോൽപ്പിച്ചു, പരാജയപ്പെടുത്തി എന്നുള്ളത് അതൊരു ഇന്റർനാഷണൽ വാർത്തയല്ലയോ? അതപ്പോ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിലല്ലല്ലോ പ്രഖ്യാപിക്കേണ്ടത്. അതൊരു വിദേശ രാജ്യത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകര്, ഇന്റർനാഷണൽ പ്രസ് അല്ലെങ്കിൽ വേൾഡ് പ്രസ്, അവരൊക്കെ സന്നിഹിതരായിരിക്കുന്ന ഒരു വേദിയിൽ വേണമല്ലോ ഇത് പ്രഖ്യാപിക്കാൻ. അതാണ് നമ്മുടെ പിണറായി വിജയന്റെ ബുദ്ധി. ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്നതുപോലെ വേറെ ആർക്കാ അറിയാവുന്നത്? അത്തരം ഒരു സാഹചര്യത്തിൽ ഈ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അവരിത് ലോകം മുഴുവൻ എത്തിക്കും. അതല്ലയോ വേണ്ടത്? അതല്ലയോ കേരളത്തിന് കൂടുതൽ അഭിമാനം കൊണ്ടുവരുന്നത്? അതുകൊണ്ടാണ് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ലോക്കൽ പരിപാടിയിലൊന്നും ഇത് പറയാതെ അബുദാബിയിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി മാറ്റിവെച്ചത്. അതിന്റെ പിന്നെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മുതലാളിത്തത്തിന്റെ ഇരിപ്പിടമായ അമേരിക്ക, അവര് നമ്മുടെ ഈ കൊച്ചു കേരളത്തോട് പരാജയപ്പെട്ടത്, തോറ്റമ്പിയത്, നമ്മുടെ മുമ്പിൽ കീഴടങ്ങിയത് ലോകം മുഴുവൻ അറിയട്ടെന്നേ. അതിന് തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചാൽ പറ്റുമോ? അത് അബുദാബിയിലോ ന്യൂയോർക്കിലോ എവിടെയെങ്കിലും ചെന്നാണ് പറയേണ്ടത്. ഇപ്പൊ തൽക്കാലം അമേരിക്കയ്ക്ക് പോകാൻ ഒരു പരിപാടി ഇല്ലാത്തത് കൊണ്ട് അബുദാബിയിൽ വെച്ചങ്ങ് കാച്ചി, അത്രയേ ഉള്ളൂ. സംഗതി ഭരിച്ചു കേട്ടോ. നമ്മുടെ BBC-യും റോയിട്ടേഴ്സും AP-യും AFP-യും അൽ ജസീറ എല്ലാം കൂടെ ഇത് ലോകത്തിന്റെ എല്ലാ കോണുകളിലും എത്തിച്ചു. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പരിപ്പുടയും ചായയും കഴിച്ച് TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാർത്ത കേട്ടത്. ഇത് കേട്ടപാടെ മൂപ്പര് വല്ലാതെ അസ്വസ്ഥനായി, പരിഭ്രാന്തനായി. അത് മാത്രമല്ല, അബുദാബിയിൽ നിന്ന് CIA റിപ്പോർട്ട് അയക്കുകയും ചെയ്തു. അതും കിട്ടി. CIA എന്ന് പറഞ്ഞാൽ അവരുടെ ചാരസംഘടന. അവര് മിനിറ്റുകൾക്കകം കാര്യം വൈറ്റ് ഹൗസിൽ എത്തിച്ചു. പിന്നെ ഇന്ന് രാവിലെ മലയാള മനോരമ, മാതൃഭൂമി മുതലായ പത്രങ്ങളുടെ കട്ടിങ്സ്, ഈ വാർത്ത വന്നതിന്റെ കട്ടിങ് ഡൽഹിയിൽ നിന്നുള്ള എംബസി അവിടെ എത്തിച്ചു. ഇത് കണ്ടതോടെ പിന്നെ ട്രംപിന് ഇരിക്കപ്പുറതി ഇല്ലാതായി. കാരണം കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനം നമ്മളെ പരാജയപ്പെടുത്തിയിരിക്കുക. ഇതിലിപ്പോ ഒരു ദേശീയ നാണക്കേട് സംഭവിക്കാനുണ്ടോ? ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തണ്ടേ? ഉടനെ തന്നെ ട്രംപ് കൽപ്പിച്ചു സിറ്റുവേഷൻസ് റൂമിലേക്ക് വൈസ് പ്രസിഡന്റ്, ചീഫ് ഓഫ് സ്റ്റാഫ്, അതുപോലെ സുരക്ഷാ ഉപദേഷ്ടാവ്, ആഭ്യന്തര സുരക്ഷാ ഉപദേശകൻ, ഇവരെല്ലാം സിറ്റുവേഷൻ ഹൗസിലേക്ക് വരാൻ കൽപ്പിച്ചു. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ആരോഗ്യ വിഭാഗത്തിന്റെ മേധാവിയെയും പരിവാര സമേതം വരാൻ പറഞ്ഞിരിക്കുക. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ അപ്പോഴപ്പോൾ ഉത്തരം പറയത്തക്ക രീതിയിൽ അതുങ്ങളോടെല്ലാം സിറ്റുവേഷൻ റൂമിലേക്ക് വരാൻ പറഞ്ഞിരിക്കുക. അമേരിക്കൻ പ്രസിഡന്റ് താമസിക്കുന്ന വൈറ്റ് ഹൗസിലെ ഈ വെസ്റ്റ് വിങ്ങില് ഏറ്റവും താഴത്തെ നിലയിലുള്ള വളരെ അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു മുറിയാണ് ഈ സിറ്റുവേഷൻ റൂം എന്ന് പറയുന്നത്. രാജ്യം വലിയ പ്രതിസന്ധികളെ, പരീക്ഷണങ്ങളെ, ചിലപ്പോൾ ഭീഷണികളെയൊക്കെ നേരിടുമ്പോഴാണ് പ്രസിഡന്റ്, അതാരാണെങ്കിലും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിനെയും ഉദ്യോഗസ്ഥ പ്രമാണിമാരെയും ഇവിടേക്ക് ക്ഷണിക്കുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ടാണ് പ്രസിഡന്റ് പലപ്പോഴും വളരെ പ്രധാനപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. കഴിഞ്ഞ ജൂൺ 21 അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ഒരു ബോംബിംഗ് നടത്തിയല്ലോ. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രസിഡന്റ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും ഈ സിറ്റുവേഷൻ റൂമിൽ ഇരുന്നുകൊണ്ടാണ് അതേസമയം കണ്ടുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോഴാണ് ഈ സിറ്റുവേഷൻ റൂമിലേക്ക് വൈസ് പ്രസിഡന്റിനെയും മേപ്പടിയന്മാരെയും ഒക്കെ വിളിച്ചു വരുത്തുക. അതുപോലൊരു സാഹചര്യം ഇന്നിപ്പോ ട്രംപിന്റെ മുമ്പിൽ വന്നിരിക്കുക.
കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനം അമേരിക്കയെ മറികടന്നിരിക്കുന്നു, കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അതും ഏത് രംഗത്ത്? ചികിത്സാ രംഗത്ത്, ആരോഗ്യ പരിപാലന മേഖലയിൽ. അമേരിക്കയിലെ ഈ മേയർ തെരഞ്ഞെടുപ്പിന് വലിയ അടി പറ്റിയതാ. അടിയിൽ നിന്ന് ലക്കിടിയായി പോയി, തല ഉയർത്താൻ മേലാത്ത ഒരു അവസ്ഥയായി പോയി ട്രംപിന്. അവിടെ ആ സൊഹ്റാൻ മംദാനിയെ, ആളൊരു സോഷ്യലിസ്റ്റാ, പക്ഷെ ട്രംപ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ആണെന്ന്. ആളെ ഒന്ന് തോൽപ്പിക്കാൻ പഠിച്ച പണി 18 നോക്കി, എന്നിട്ടും നടന്നില്ല. അതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇതുപോലൊരു മാരണം ഈ പിണറായി വിജയന്റെ പ്രഖ്യാപനത്തിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത്. മംദാനി ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ് ട്രംപിന്റെ വിശ്വാസം. ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് എന്തുവാ? മറ്റൊരു കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന സംസ്ഥാനം, കേരള സംസ്ഥാനം, ഇന്ത്യ പോലും അല്ലെന്നേ, ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനം, അവിടമാണ് ഇപ്പൊ നമ്മുടെ ആരോഗ്യ മേഖലയേക്കാൾ മികച്ചതായിട്ട് വന്നിരിക്കുന്നത്. അത് പറയുന്ന ആരാ? അവിടുത്തെ മുഖ്യമന്ത്രി തന്നെയാ. അതുകൊണ്ട് ഈ സിറ്റുവേഷൻ ഒന്ന് മാറ്റിയെടുത്തേ പറ്റൂ. പഴയതുപോലെ 1-ാം സ്ഥാനത്തേക്ക് എത്തണം. ഇപ്പൊ കേരളം നേടിയ നേട്ടമുണ്ടല്ലോ, കേരളത്തെ വീണ്ടും പിന്നാക്കം തള്ളിക്കൊണ്ട് അമേരിക്കയ്ക്ക് മുന്നോട്ടെത്തിയേ പറ്റൂ. അതിനാണ് ഇപ്പൊ സിറ്റുവേഷൻ റൂമിൽ ഈ വളരെ പ്രധാനപ്പെട്ട യോഗം നമ്മൾ ട്രംപ് വിളിച്ചുകൂട്ടിയിരിക്കുന്നത്. അതിന്റെ തീരുമാനം എന്താണെന്ന് നമ്മൾ അറിയാൻ പോകുന്നില്ല. അതൊക്കെ രഹസ്യമാണല്ലോ, അതൊന്നും അവരാരോടും പറയത്തില്ലല്ലോ. അതാണല്ലോ അമേരിക്കയുടെ ഒരു രീതി. നമ്മളെപ്പോലും ഇങ്ങനെ പ്രസംഗിച്ചോട്ട് നടക്കുന്ന ഏർപ്പാട് അവർക്കില്ലല്ലോ. പക്ഷെ എന്തായാലും ഒരു കാര്യം ശരിയാ, ഉറപ്പാ, ഇനി സിറ്റുവേഷൻ റൂമിൽ ട്രംപും വാൻസും മറ്റുള്ളവരെല്ലാം കൂടി ഇരുന്ന് എന്തോ തീരുമാനമെടുത്താലും ഈ ഒരു കാര്യത്തിൽ, അതായത് ആരോഗ്യരംഗത്ത് കേരളത്തെ ഒന്നാമത് നിലനിർത്തുക എന്നുള്ള പ്രശ്നത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോ ആരോഗ്യമന്ത്രി വീണ ജോർജോ ഒരിഞ്ചു പുറകോട്ട് പോകാൻ പോകുന്നില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങള് ഇവരുടെ പ്രധാനപ്പെട്ട വാർത്ത ലോകത്തിന്റെ എല്ലാ മൂലകളിലും എത്തിച്ചെങ്കിലും മലയാള മനോരമ, മാതൃഭൂമി തുടങ്ങിയ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ കാണിച്ചത് വളരെ മോശമായി പോയി. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ നിന്ദ്യവും നികൃഷ്ടവുമായി പോയി, നിരാശാജനകമായി പോയി. മനോരമയും മാതൃഭൂമിയും കേരളത്തിലെ 2 പ്രധാന പത്രങ്ങളാണല്ലോ. അവരിത് 1-ാം പേജിൽ കൊടുക്കേണ്ടതല്ലയോ? കേരളത്തിന്റെ ഒരു നേട്ടത്തെക്കുറിച്ചല്ലയോ പറയുന്നത്? ഇതിന്റെ പത്രാധിപന്മാർക്ക് ഇതൊന്നും കേട്ടാൽ ഒരു അഭിമാനം ഉണ്ടാവത്തില്ലയോ? അവരെന്തുവാ ചെയ്തത്? 6-ാം പേജിലാണ് മനോരമ കൊടുത്തത്. അവരുടെ 2-ാമത്തെ പ്രധാനപ്പെട്ട വാർത്താ പേജ് പോലും കൊടുത്തില്ല. മറ്റൊരു പേജില് വളരെ ചെറിയൊരു ഹെഡിങ്ങില് അങ്ങനെയാണ് മലയാള മനോരമ കൊടുത്തത്. മാതൃഭൂമി അവിടെ ഏറ്റവും അവസാനത്തെ പേജിലേക്കാണ് ഇത് മാറ്റിവെച്ചത്. എന്തൊരു കഷ്ടമായി പോയി. ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ UDFന്റെ ആൾക്കാരാണെന്നേ. ഇവരൊന്നും ശരിയല്ല. ഇവർക്കൊക്കെ നമ്മുടെ സർക്കാരിനോട് വലിയ അസൂയ. രണ്ടാമത് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ തുടങ്ങിയതായി അസൂയ. മാറി മാറി വരുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മൾ രണ്ടാമതും വന്നു കാരണഭൂതരുടെ നേതൃത്വത്തിൽ. അന്ന് തുടങ്ങിയ അസൂയ UDF പക്ഷപാതമാണ്, അതിനൊന്നും യാതൊരു സംശയവുമില്ല. നമ്മുടെ പിണറായിയുടെ തുടർച്ചയായ 3-ാം ഭരണം ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാ. എങ്ങനെയെങ്കിലും അതിനെ തടുക്കണം, അതിനുള്ള വേലത്തരങ്ങളാ. അപ്പോഴാണ് ഈ പ്രധാനപ്പെട്ട വാർത്തകൾ ഇവർ ഈ അകത്തെ പേജുകളിലേക്ക് തമസ്കരിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ. നമ്മൾ ഈ സന്തോഷ് ട്രോഫിക്ക് കളിക്കാൻ പോകുന്ന കേരള ടീം, നമ്മുടെ ഫുട്ബോൾ ടീം, അവർ അർജന്റീനയോ ബ്രസീലിനെയോ തോൽപ്പിച്ചു എന്ന് വിചാരിക്കുക. 1-0 അത്രയും മതി. ഒരു ഗോളിനാണെങ്കിൽ ഒരു ഗോളിന് തോൽപ്പിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എങ്ങനെ ആയിരിക്കും അതിനെ കൈകാര്യം ചെയ്യുക? 1-ാം പേജിൽ വലിയ വെണ്ടയ്ക്ക നിരത്തത്തില്ലയോ? അതുപോലെ അല്ലയോ ഇത്? അമേരിക്ക ഒരു വമ്പൻ രാഷ്ട്രത്തെ, ഒരു മുതലാളിത്ത രാഷ്ട്രത്തെ, ക്യാപിറ്റലിസത്തിന്റെ ഇരിപ്പിടത്തെ നമ്മൾ തോൽപ്പിക്കുക, കൊച്ചു കേരളം. എന്നിട്ട് പോലും അതിന്റെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ, വേണ്ട പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കാൻ ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല. കഷ്ടം. അത് ശരിയല്ലോ എന്ന് ഈ പത്രാധിപന്മാരോട് ചോദിച്ചപ്പോൾ അവരെന്തുവാ പറയുന്നത്? അവര് പറയുന്നതിനൊരു ന്യായമില്ലേ എന്ന് തോന്നിപ്പോവും. വലിയ നേട്ടമൊക്കെയാ, കാര്യം ശരിയാ. പറഞ്ഞത് പിണറായി ആണെങ്കിലും ഈ കോഴിക്കോട് ഒരു പഴയ ഫുട്ബോൾ കളിക്കാരനുണ്ടായിരുന്നു, ആണ്ടി നല്ല കളിക്കാരനാ, നല്ല പാസാ, ഡിഫൻസിലാ കളിക്കുന്നത്, പക്ഷെ കേറി കളിക്കും, നല്ല പാസ് കൊടുക്കും. ആണ്ടി പറയും ആണ്ടിയുടെ പാസ്സാണ് ഏറ്റവും നല്ല പാസ് എന്ന്. അങ്ങനെയാണെങ്കിലും കേരളത്തിന് അഭിമാനം പോകരുന്നൊരു വാർത്തയല്ലയോ എന്ന് ചോദിച്ചപ്പോൾ പത്രാധിപന്മാരെന്തുവാ പറയുന്നത്? അവരിങ്ങോട്ട് ചോദിക്കുക, നമ്മുടെ SIT ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്നുണ്ടായ അണുബാധയിൽ ഒരു ചെറുപ്പക്കാരി മരിച്ച വാർത്ത 1-ാം പേജിൽ ഇരിക്കുക. അതിന്റെ മുകളിൽ എങ്ങനെയാ കേരളം അമേരിക്കയെ പിന്തള്ളി എന്നുള്ള വാർത്ത കൊടുക്കുക? അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ പന്മന സ്വദേശി ഒരു വേണു, 48 വയസ്സുള്ള ഒരാളാ, ഒരു കുടുംബം പോറ്റേണ്ടിയിരുന്ന ആളാ. അദ്ദേഹത്തിന്റെ മരണം 2 ശബ്ദ സന്ദേശങ്ങളാണ് പുറത്തു വന്നത്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇതൊരു നരകമാണ് ഈ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇവിടെ അഴിമതിയാണ്, സർവത്ര അഴിമതിയാണെന്ന് പറഞ്ഞുകൊണ്ട്, ഇവിടെ പണമുള്ളവർക്ക് മാത്രമേ ചികിത്സ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് 5-6 ദിവസം അദ്ദേഹം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ചികിത്സ കിട്ടിയേയില്ല, ഒരു ചികിത്സയും നടന്നില്ല. അങ്ങനെയാണ് ആ ചെറുപ്പക്കാരൻ മരിച്ചത്. അതൊക്കെ ഇവിടെ വാർത്തയായിട്ട് കിടക്കുക. അപ്പൊ അതിന്റെ മുകളിൽ ഈ വാർത്ത കൊടുക്കാൻ പറ്റുമോ? അതാണ് ഈ പത്രാധിപന്മാർ ചോദിക്കുന്നത്. ശരിയല്ലയോ? അതിലൊരു കാര്യമില്ലയോ? മുഖ്യമന്ത്രി അബുദാബിയിൽ ഈ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് SIT ആശുപത്രിയുടെ മുമ്പില്
മരിച്ച യുവതിയുടെ ബന്ധുക്കളും പ്രതിപക്ഷ പാർട്ടിക്കാരും വലിയ തോതിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആശുപത്രിയുടെ മുമ്പിൽ അവര് പ്രതിഷേധ പ്രകടനം നടത്തിയത്. 2-3 ദിവസം മുമ്പ് ജനിച്ച കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഈ സമരം നടക്കുക അന്നേരം. അപ്പോഴാ മുഖ്യമന്ത്രി അബുദാബിയില് വലിയ പ്രസംഗിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എന്തുവാ ചെയ്യേണ്ടത്? ഞങ്ങൾ ഈ പത്രാധിപന്മാരും മനുഷ്യരല്ലയോ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അവർ ചോദിക്കുന്നത്. ഇതൊന്നും സർക്കാരിന്റെയോ നമ്മുടെ ആരോഗ്യ രംഗത്തിന്റെയോ കുഴപ്പമല്ലെന്ന് നേരത്തെ തന്നെ നമ്മുടെ ആരോഗ്യമന്ത്രി, ഈ മന്ത്രിസഭയിലെ ഏക ശാസ്ത്രജ്ഞയാ, അവര് കണ്ടുപിടിച്ചായിരുന്നല്ലോ. ഇത് ഒരു സിസ്റ്റം എററാണെന്ന്. ഏത് വലിയ കമ്പ്യൂട്ടറിലാണെങ്കിലും ഒരു എറർ സംഭവിച്ചാൽ പിന്നെ അത് പ്രവർത്തിക്കത്തില്ലെന്നേ. അതുപോലെ തന്നെ അല്ലയോ ഇവിടെ നമ്മുടെ ആരോഗ്യരംഗവും. അത് നേരത്തെ പറഞ്ഞതാണല്ലോ. നിങ്ങൾ അതൊന്നും കൊടുക്കുകയല്ലോ. ഇപ്പൊ തന്നെ ഈ വേണുവിന്റെ മരണം അന്വേഷണം നടത്തിയല്ലോ. ഞങ്ങള് വിദഗ്ധ സമിതിയെ നിയോഗിച്ചല്ലോ. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകൾ തന്നെയാ. ഞങ്ങൾ പറയുന്നത് പോലെ റിപ്പോർട്ട് എഴുതുന്നവരാ. എന്നാലും ഞങ്ങളൊരു അന്വേഷണത്തിനൊരു സമിതിയെ വെച്ചല്ലോ. അവരുടെ റിപ്പോർട്ട് വന്നല്ലോ. വേണുവിന്റെ കാര്യത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല. അതെന്താ നിങ്ങൾ വിശ്വസിക്കാത്തെ? ചികിത്സ പോലും നടന്നില്ലല്ലോ, പിന്നെ എന്തുവായി ചികിത്സാ പിഴവെന്ന് ഉടനെ നിങ്ങൾ ചോദിക്കും. ഞങ്ങളുടെ കൂട്ടത്തിലൊരു ഡോക്ടർ ഹാരിസ്, പുള്ളി എന്തുവാ പറഞ്ഞത്? ഈ നിലത്ത് കിടത്തി ചികിത്സിക്കുന്നത് ശരിയല്ലെന്ന്. അതിലൂടെ പത്രമുത്തശ്ശി വേറൊരു വാർത്ത കൊടുത്തു. ഒരു കട്ടിലേൽ 2 രോഗികൾ കിടക്കുന്നു എന്ന്. ഇത് വലിയ അത്ഭുതം പിടിച്ചൊരു കാര്യമാണ്. ഒരു കട്ടിലേല് 2 പേര് കിടക്കും. നമ്മുടെയൊക്കെ വീട്ടില് ഒരു കട്ടിലേൽ 2 പേര് കിടക്കാറില്ലേ? ഇതൊക്കെ ഇത്ര വലിയ പൊലിപ്പിക്കേണ്ട കാര്യമുണ്ടോ? മുത്തശ്ശി എന്നാ പറയുന്നത്. പക്ഷെ ഇതിങ്ങളുടെ കണ്ണ് നല്ലപോലെ കാണുമല്ലോ. 2 പേര് കട്ടിലേക്ക് കിടക്കുന്നത് അവർ കണ്ടുപിടിച്ചു. ഒരു വലിയ വാർത്ത അങ്ങോട്ട് കൊടുത്തു. ഡോക്ടർ ഹാരിസ പറഞ്ഞത് ഈ നിലത്ത് കിടത്തി ചികിത്സിക്കുന്ന പ്രാകൃതമാണെന്ന്. അമേരിക്കയിൽ പോയി നോക്ക്. കട്ടിലേക്ക് കിടക്കുന്ന കാര്യമല്ല, നിലത്ത് ഒരു പായ 3 പേരെ കിടക്കുന്നത് അമേരിക്കയില്. നമ്മൾ അതിനെയൊക്കെ മറികടന്നു. ഇപ്പൊ ഒരു പായ 2 പേരേ ഉള്ളൂ. അത്രയ്ക്ക് പുരോഗതി നമുക്കുണ്ടായില്ലയോ? അതൊന്ന് കാണണ്ടായോ? അത് ജനങ്ങളോട് പറയണ്ടായോ? അത് ചെയ്യത്തില്ലല്ലോ. ഏതായാലും ന്യൂയോർക്കിൽ നിന്നൊരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. അവിടുത്തെ മേയർ സൊഹ്റാൻ മംദാനി കേരളത്തിലേക്ക് വരുന്നു എന്നാണ് ഏറ്റവും അവസാനം കിട്ടിയ വാർത്ത. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആരോഗ്യ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നേരിട്ട് മനസ്സിലാക്കാനാണ്. എന്നിട്ട് ന്യൂയോർക്കിലെ ആശുപത്രികൾ, ചികിത്സാ കേന്ദ്രങ്ങൾ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന പരിപാടി. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും CPM-കാരും CPI-കാരും ഒക്കെ പറയുന്നത് മംദാനി കമ്മ്യൂണിസ്റ്റ് ആണെന്നാ. ചില PDP-കാരെ പറയുന്നുണ്ട് മദനിയുടെ കുടുംബത്തിൽ പെട്ടതാണെന്ന്. എന്തായാലും അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് വലിയ സ്വീകരണ ഘോഷയാത്ര ഉണ്ടാവും. അതിനുശേഷം AKG സെന്ററിലേക്കാണ് ആദ്യം വരിക. എന്നിട്ട് അവിടെ പാർട്ടി നേതാക്കളുമായിട്ടുള്ള ചർച്ച, എങ്ങനെ ആരോഗ്യരംഗം മെച്ചപ്പെടുത്താമെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാർട്ടി നേതാക്കളോടാണോ സംസാരിക്കേണ്ടത് അതോ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരോടാണോ എന്ന് വേണേൽ ചോദിച്ചേക്കാം. അതൊക്കെ പഴയ കഥയാ. ഞങ്ങളിപ്പോ സർക്കാരിന്റെ സർവേ പോലും നടത്താൻ പോകുന്നതാരാ? ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരല്ലയോ? ഞങ്ങളല്ലയോ ലിസ്റ്റ് കൊടുക്കുന്നത്? അവരല്ലയോ സർവേ നടത്തുന്നത്? അതുപോലെ തന്നെ മംദാനി വന്നിട്ട് AKG സെന്ററില് പാർട്ടി നേതാക്കളുമായിട്ട് ഇക്കാര്യത്തിൽ ചർച്ച നടത്തും. പിന്നീട് ആശുപത്രികൾ സന്ദർശിക്കും. വീണ ജോർജിനെ കാണും, നമ്മുടെ മെഡിക്കൽ രംഗത്തെ പ്രഗത്ഭരെ കാണും. എന്താണേലും ന്യൂയോർക്കിലെ ആശുപത്രികൾ ഇനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഒരു നിലവാരത്തിലേക്ക് ഉയർത്താതെ മംദാനി അടങ്ങുന്ന പ്രശ്നമില്ല. നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രനും പുതിയ മേയറെ വിളിച്ചിട്ടുണ്ട്, മംദാനിയെ വിളിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തിന്റെ നേട്ടങ്ങൾ, ഞങ്ങൾ എങ്ങനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മെച്ചപ്പെടുത്തിയത്, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാക്കി മാറ്റിയത് എന്നുള്ളത് നേരിട്ട് കാണാൻ വേണ്ടി അതിലും അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അദ്ദേഹം വന്നതൊക്കെ കാണും. KSRTC ബസ് സ്റ്റാൻഡ്, അവിടുത്തെ മൂത്രപ്പുര, ആമയഴിഞ്ചാൻ തോട്, അതുപോലെ അവിടുത്തെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി നമ്മുടെ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കുറ്റമറ്റ സംവിധാനം, പിന്നെ ഈ തെരുവ് നായ്ക്കളെ നമ്മൾ എങ്ങനെയാണ് താലോലിച്ച് പരിപാലിക്കുന്നത്, ഇതൊക്കെ ഒന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കാൻ മംദാനി അക്ഷമനായി കാത്തിരിക്കുകയാണെന്നാണ് ന്യൂയോർക്കിൽ നിന്നുള്ള വിവരം. ആരോഗ്യ പരിപാലന രംഗത്തും മുനിസിപ്പൽ കോർപ്പറേഷന്റെ വികസന മേഖലയിലും കേരളവും തിരുവനന്തപുരവും നേടിയ നേട്ടങ്ങൾ കണ്ട് മനസ്സിലാക്കണം. അത് ന്യൂയോർക്കിൽ ആവർത്തിച്ചാൽ മാത്രമേ ഇനിയൊരു തുടർഭരണം ലഭിക്കുകയുള്ളൂ എന്ന് മംദാനി ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്. മംദാനിക്ക് നമ്മുടെ ധനകാര്യമന്ത്രി KN ബാലഗോപാലിനെയും ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ട്. കാരണം കേന്ദ്ര ഫണ്ടിൽ നിന്ന് 5 പൈസ തിരികെയല്ലെന്ന് ട്രംപ് സാർ പറഞ്ഞിട്ടുണ്ട്. ഇനി PM ശ്രീ ഒപ്പുവെച്ചാലും 1 നയാ പൈസ പോലും തരില്ല എന്ന വാശിയിലാണ് അവിടുത്തെ പ്രസിഡന്റ്. അപ്പൊ ന്യൂയോർക്കിലെ ഭരണം കൊണ്ട് നടക്കുന്ന ഈ കാശ് വേണം, ട്രംപ് തരത്തില്ല, നമ്മളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയേ പറ്റൂ. മംദാനിയുടെ ഒരു കണ്ണ് ഈ കിബി എന്ന് പറയുന്ന പദ്ധതിയിലാണ്.
കിട്ടാവുന്നിടത്തുനിന്നൊക്കെ കടം വാങ്ങിക്കുക, പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക. അതാണ് ഈ കിബി എന്ന് പറയുന്നത്. ഇതൊരു നാടൻ രീതിയാണ്, പണ്ടും നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇതെങ്ങനെ നിയമപരമായിട്ട് നടപ്പാക്കാം? മനസ്സിലായില്ലേ? കടം വാങ്ങിച്ചിട്ട് കൊടുക്കാതിരിക്കുന്ന ഏർപ്പാട് അതെങ്ങനെ നിയമപരമായിട്ട് നടപ്പാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വിദഗ്ധ അഭിപ്രായം അറിയുന്നതിനാണ് മംദാനി KN ബാലഗോപാലിനെ കാണുക. പിന്നെ അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് വേണമെന്നേ. ഈ കിബിയുടെ രീതിയിലുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കി വരുമ്പോഴത്തേക്ക് സമയം ഒത്തിരി പോകും. അതുകൊണ്ട് പെട്ടെന്ന് അല്പം കാശുണ്ടാക്കാൻ അതിനെന്തെങ്കിലും ഒരു വഴി ഉപദേശിക്കാനുണ്ടോ എന്നാണ് അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിക്കുക. ഈ അബുദാബിയിലെ പരിപാടി കഴിഞ്ഞ് ഈ വേൾഡ് പ്രസ്, ഇന്റർനാഷണൽ പ്രസ്സൊക്കെ പോയതിന് ശേഷം നമ്മുടെ പിണറായി വിജയൻ കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരോട് ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിൽ അറിഞ്ഞാൽ മതി, അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്. അതായത് ഇനി മേലാൽ ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോകുന്നേ ഇല്ല. എന്തിനാണ് അമേരിക്കയിൽ പോകുന്നത്? അമേരിക്കയേക്കാൾ മികച്ചൊരു ചികിത്സാ സംവിധാനം, ആരോഗ്യ പരിപാലന രംഗം കേരളത്തിലുള്ളപ്പോൾ എന്ത് നമ്മൾ ന്യൂയോർക്കിൽ പോകണം? വെണ്ണയുണ്ടെങ്കിൽ നറുനെയ് വേറിട്ട് കരുതണമോ എന്ന് ചോദിച്ചതുപോലെ, നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉള്ളപ്പോൾ എന്തിനാണ് മയോ ക്ലിനിക്ക്?